ഹായ്, അപ്പോൾ ക്യാൻവയിൽ ഇൻവോയ്സ് ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. അപ്പോൾ അതിന് ഫസ്റ്റ് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് കണ്ടോ, അതെടുക്കുക. അതെടുത്ത് നമ്മൾ തുറന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോകുന്ന ഇൻ്റർഫേസ് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. കണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. റെസ്യൂമെ വേണമെങ്കിൽ അത്, ലോഗോ, വീഡിയോ, എന്ത് വേണം, ഓവർലേസ് വേണമെങ്കിൽ അത്, പ്രസൻറ്റേഷൻ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ട്യൂട്ടോറിയൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഒത്തിരി ഇതിലുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും ഒക്കെ. പക്ഷേ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇൻവോയ്സിൻ്റെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം, ബില്ല് ക്രിയേറ്റ് ചെയ്യാം, റെസീറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഇൻവോയ്സ്. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ഇൻവോയ്സിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. അതിന് മുകളിൽ കാണുന്നത് ഡിസൈൻസ് 7 ക്രിയേറ്റഡ് ബൈ യു എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ടെംപ്ലേറ്റ്സുകളാണ്. അപ്പോൾ അതിന് താഴേക്ക് കണ്ടോ ഒത്തിരി ഉണ്ട്. 6043 ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഉണ്ടോ, മറ്റേത് ഞാൻ ചെയ്തതാണിത്. അപ്പോൾ ഇത് താഴേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഒത്തിരി ടെംപ്ലേറ്റ്സ് കാണാം. ഇതിൽ പ്രോ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം പെയ്ഡാണ് കേട്ടോ. അതല്ലാതെ ഒത്തിരി പെയ്ഡ് അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്യാൻവ ഒത്തിരി യൂസ്ഫുള്ളാണ്. എന്താ പറയുക, കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. ഏത് ടൈപ്പ് നമുക്ക് വേണമെങ്കിലും, ഏത് ടെംപ്ലേറ്റ് നമുക്ക് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ താഴെ പ്രോജക്ട്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കണ്ടോ, അത് എടുക്കുമ്പം നമുക്ക് നമ്മൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളും കിട്ടുമേ. അപ്പോൾ ഞാനതിൽ സിയോൾ എടുത്തു. അപ്പോൾ ഒത്തിരി ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ എനിക്കിപ്പോൾ കാണാൻ പറ്റി. 6043 ടെംപ്ലേറ്റ്സ് ഇൻവോയ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ടോ ഒത്തിരി ഉണ്ട്. അതിൽ ബില്ല്, പിന്നെ റെസീറ്റ്, ബിസിനസ് ഇൻവോയ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ സെർച്ച് ചെയ്തേക്കുന്നുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്താൽ നമ്മൾ ഇതിലേക്കൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഉണ്ടോ, ഒത്തിരി ഉണ്ട്. അപ്പം ഞാനിതിൽ ഒരു ടെംപ്ലേറ്റ് എടുക്കണം. അപ്പം ഞാൻ നോക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഇതെടുക്കാം നമുക്ക്, ഫാഷൻ ഇൻവോയ്സ്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഇൻവോയ്സ് സെപ്പറേറ്റ് കിട്ടും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അവിടെ ആൻഡ് എന്ന് പറഞ്ഞൊരു ചിഹ്നം കണ്ടോ, ഒരു ലോഗോ കണ്ടോ, അവിടെ നമുക്ക് നമ്മുടെ ലോഗോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻവോയ്സിൻ്റെ ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻഡ് നമുക്കതിൽ ആൻഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം താഴെ ഒരു പ്ലസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോ കണ്ടിരുന്നില്ലേ, അത് ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ കമ്പനിയുടെ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ താഴേക്കുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ലിങ്ക്, ലോക്ക്, അതെല്ലാം. അതൊക്കെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ചെയ്യാം. ഈ ടെംപ്ലേറ്റിലെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഞാനവിടെ ആൻഡ് ഇപ്പോൾ തൽക്കാലം മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ, റൗണ്ട് പോലെയുള്ള ആരോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അവിടെ ആഡ് ചെയ്യാം. ഇനി ഇപ്പറേ നിങ്ങൾക്ക് ആർക്കാണോ ബില്ല് അയക്കുന്നത്, പിന്നെ അതിൽ ഇൻവോയ്സ് നമ്പർ എല്ലാം എൻ്റർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ബില്ലിൻ്റെ അഡ്രസ്സ് മാറ്റുന്നില്ല. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ കീബോർഡ് വരുമല്ലോ, അപ്പോൾ അതിന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ആർക്കാണോ അയക്കുന്നത് അവരുടെ സ്ഥലം എങ്ങനെയാണ്, ഒരു പ്രൊഫഷണൽ രീതിക്ക് നിങ്ങൾക്കത് എൻ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ ബില്ലിൻ്റെ ഇൻവോയ്സ് നമ്പറും ഡേറ്റും ഞാൻ മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെ കീബോർഡ് വരെ നിങ്ങൾക്കത് മാറ്റാം. പിന്നെ അതുപോലെ പ്രോഡക്ട്സും ഞാനിപ്പോൾ മാറ്റുന്നില്ല. പ്രോഡക്ട്സും ഇതേപോലെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിന്നെ ക്വാണ്ടിറ്റി ഞാൻ ഇപ്പോൾ 1 മാറ്റി ഒരു 5 എണ്ണം ആക്കി. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാം മാറ്റുന്നത് ഇതിൽ. ഓക്കെ, പിന്നെ യൂണിറ്റ് പ്രൈസ് ഡോളറാണ് ഇതിൽ കിടക്കുന്നത്. ഞാനത് മാറ്റി റുപ്പീസ് ആക്കിയിട്ടുണ്ട്. RS 123 എന്നുള്ള രീതിക്ക് ആക്കി. പിന്നെ ഇപ്പറേ ടോട്ടൽ യൂണിറ്റ് പ്രൈസ് മാറ്റിയിട്ട് ഞാനിപ്പോൾ ടോട്ടൽ ഇടുവാണ്. ടോട്ടൽ ഇതേപോലെ തന്നെ RS എത്ര വരും, ഇപ്പോൾ കണക്ക് കൂട്ടാൻ എളുപ്പത്തിൽ നമുക്ക് ആ 123 മാറ്റിയിട്ട് നമുക്കൊരു 100 രൂപയാക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്തു. അപ്പോൾ കീബോർഡ് ഇങ്ങനെ വന്നു, ഞാനത് 100 ആക്കി. അപ്പോൾ എത്രയായി, 5 × 100, ക്വാണ്ടിറ്റി 5 ആണ്, 100, അപ്പോൾ എത്രയായി, 500. അങ്ങനെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് എന്തോരം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ 3 പ്രോഡക്റ്റിൻ്റെ കേസാണ് കേട്ടോ. റോ എങ്ങനെ അടുത്ത ഒരു റോയും കൂടി, ഒരു പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേയിഷ് കളറാണ്. അപ്പോൾ അതും ഒരു ആഷ് കളറിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ നമുക്കത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്രൈസ് നമുക്കിപ്പോൾ റുപ്പീസിലാണ് എല്ലാം വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ RS
ഓൾറെഡി ഹെഡിങ്ങിൽ ഇടുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടൈറ്റിൽ ഇടുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ താഴെ പിന്നെ നിങ്ങൾ RS100 എന്നും പറഞ്ഞാൽ അതുപോലെ RS200 അങ്ങനെ പറഞ്ഞിടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് 100, 200, 500 അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇട്ട് പോയാൽ മതിയാവും. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ ക്വാണ്ടിറ്റി എല്ലാം നമ്പേഴ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി മീറ്ററിലൊക്കെ ആണെങ്കിൽ മേളിൽ അവിടെ ക്വാണ്ടിറ്റിയുടെ അവിടെ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പറിൽ 5 ഷർട്ടാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 നമ്പേഴ്സ്, പിന്നെ 2 മീറ്റർ തുണി എടുക്കുന്നുണ്ടെങ്കിൽ 2 മീറ്റേഴ്സ് എന്നുള്ള രീതിക്ക് ഓരോന്നിൻ്റെ ആഡ് ചെയ്ത് പോവാം. ക്വാണ്ടിറ്റി സെയിം തന്നെയാണെങ്കിൽ മേളിൽ ടൈറ്റിലിൻ്റെ അവിടെ ക്വാണ്ടിറ്റിയുടെ അവിടെ ബ്രാക്കറ്റിൽ നമ്മൾ റുപ്പീസ് ആഡ് ചെയ്ത പോലെ ഇവിടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഓക്കെ, ഡെമോ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ എമൗണ്ട് നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്ത് എഴുതി, പിന്നെ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് എത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതും ചെയ്യുക. എന്നിട്ട് താഴെ ടോട്ടൽ എന്നുള്ള രീതിക്ക് ടാക്സ് 18% ആണെങ്കിൽ സബ് ടോട്ടൽ ഇൻറ്റു 18% ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വരുന്നത് പേയ്മെൻറ്റ് ഇൻഫോർമേഷനാണ്. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കണമെന്നില്ല. വേണ്ടെങ്കിൽ ഡിലീറ്റ് കൊടുത്താൽ മതി. അതല്ല, ഞാനിപ്പോൾ ഇവിടെ അത് വയ്ക്കുന്നുണ്ട്. കാരണം ഒരു ഫോർമൽ രീതിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നെയിം അത്ര എനിക്ക് സുഖമായിട്ട് തോന്നാത്തതുകൊണ്ട് അക്കൗണ്ട് ഹോൾഡർ ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ അക്കൗണ്ട് നമ്പർ സെയിം തന്നെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ബ്രാഡ് ബാങ്ക് എനിക്കറിയില്ല കേട്ടോ ഉണ്ടോയെന്ന്, ഞാനത് ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. അത് തന്നെ സെയിം തന്നെ. പിന്നെ നമ്മളെപ്പോഴും അക്കൗണ്ട് നമ്പർ കഴിഞ്ഞാൽ IFSC ആണ് ആഡ് ചെയ്യുക. അപ്പോൾ IFSC വെച്ചു. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വെക്കുവാണ്. അപ്പോൾ SIBL 000123 ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ താങ്ക് യു എന്നുള്ളത് ഇതാണ് ശരിക്കും നമ്മളിപ്പോൾ ചെയ്തു, ഓൾമോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ താങ്ക് യു എന്നുള്ളത് മാറ്റി ഇപ്പുറത്ത് കൊണ്ടുവരണേ. കണ്ടോ, നിങ്ങൾക്ക് ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു തരും അവർ, അലൈൻമെൻറ്റും എവിടെയൊക്കെ വെക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അത് എവിടെ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ ഇവിടെ സമീറ ഹാദിദ്, പിന്നെ താഴെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അഡ്രസ്സ് നിങ്ങൾക്ക് അഡ്രസ്സ് ആഡ് ചെയ്യാം. സമീറ ഹാദിദ് എന്നുള്ളത് ഞാനത് മാറ്റിയിട്ട് ABC സർവീസസിന് ആഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ളത് അവിടെ ആഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണോ നിങ്ങൾക്കത് അവിടെ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളതല്ല, കമ്പനിയുടെ പേരെന്താണോ അത്. താഴെ അഡ്രസ്സും അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻവോയ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്ത് കാണുന്ന മേളിലേക്കുള്ള ആരോ ഉള്ള അത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ആ ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇൻവൈറ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, പബ്ലിക് വ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് പബ്ലിക് വ്യൂവിന് വേണ്ടിയിട്ട് പബ്ലിക്കിന് ഷെയർ ചെയ്യാം. ഓക്കെ, പബ്ലിക് വ്യൂ ലിങ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ആ സെയിം ആരോയിൽ തന്നെ ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണ്. ഏറ്റവും മുകളിലേക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷെയർ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിലൊക്കെ പോലെ നമ്മൾ ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഫോമൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പോലെ നമുക്ക് ഇവിടെ ആക്സസ് ഉള്ള പീപ്പിളിനെ അവരെ മെയിൽ ID വേണേൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൺലി യു ക്യാൻ ആക്സസ് കൊടുക്കാം. അതല്ലെങ്കിൽ എനിവൺ വിത്ത് ലിങ്ക് അവർക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിക്ക് കൊടുക്കുക. ലിങ്ക് കോപ്പി ചെയ്യുക. ആ ലിങ്ക് വാട്സപ്പിൽ ആർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുവാണ്. ആ മേളിലേക്കുള്ള ആരോയിൽ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ PDF സ്റ്റാൻഡേർഡ് അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. PDF സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ ഒത്തിരി പിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ, PDF പ്രിൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ PDF സ്റ്റാൻഡേർഡാണ് എടുക്കുന്നത്. അതാണ് മെയിൽ ചെയ്യാനും വാട്സപ്പ് ചെയ്യാനും ഒക്കെ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൽ നല്ലത്. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണിക്കും മേക്കിംഗ് ദ മാജിക് ഹാപ്പൻ. ക്യാൻവ ഒരു മാജിക്ക് നടത്തുകയാണ് അവിടെ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ PDF ആയിട്ട് വരും. അത് ഫാഷൻ ഇൻവോയ്സ് എന്നുള്ള പേരിൽ തന്നെയാണ്. അങ്ങനെ തന്നെ ഷെയർ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്യാം. വാട്സപ്പ് ത്രൂ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് അതിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഡൗൺലോഡ്സിൽ പോവുക. ഫയൽസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ്സിൽ പോയിട്ട് ഫാഷൻ ഇൻവോയ്സ് എടുക്കുക. അതിൻ്റെ സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ഞാനിപ്പോൾ ഹാഡ്രീദ് എന്ന് കൊടുത്തു. ഇപ്പം എൻ്റെ സൈറ്റിൻ്റെ പേരാണെന്ന് വയ്ക്കുക, ഹാഡ്രീഡ് എന്ന് പറയാം. അപ്പോൾ ഞാനതിന് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീനെയിമായി. അപ്പോൾ അത് ഷെയർ കൊടുക്കുക. ആ 3 ഡോട്ട് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ഓപ്ഷൻ വരും. അതിലുള്ളതിൽ ഷെയർ ഓപ്ഷൻ എടുത്തിട്ട് വാട്സപ്പ് വഴിയാണെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ ചെയ്യാനാണെങ്കിൽ എഗെയിൻ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തിട്ട്
ജിമെയിൽ എടുക്കുക. നിങ്ങൾക്ക് ഏത് വഴിയാണോ ഷെയർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. ഏതോ മീഡിയം വഴിയാണ് ഷെയർ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ മെയിൽ techillusion32 എൻ്റെ കമ്പനി മെയിൽ ID ആണ്. അതിലേക്ക് ഞാൻ ഷെയർ ചെയ്യുവാണ്. ഇൻവോയ്സ് ഫോർ ഒരു പർപ്പസ് നിങ്ങളുടെ ഏതാണോ അത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് എന്ന് വയ്ക്കാം. നമ്മളിപ്പോൾ മെറ്റീരിയൽ അല്ലേ, ക്ലോത്ത് അല്ലേ, നമ്മൾ ടെക്സ്റ്റൈലാണ് നമ്മൾ എടുത്തേക്കുന്നത്, അപ്പോൾ പർച്ചേസ് ഇൻവോയ്സ് എന്ന് വയ്ക്കുന്നു. ഓക്കെ. അതല്ല നിങ്ങൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും സംഭവമൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സർവീസസ് ഒക്കെ ആണെങ്കിൽ ഇൻവോയ്സ് ഫോർ ഇന്ന സർവീസസ് എന്ന് പറയും. ഇപ്പോൾ HVAC സർവീസ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയ്ക്കാം. അതിനുശേഷം ഒരു മാറ്റർ വയ്ക്കുക. അതിപ്പോൾ ChatGPT ഉള്ളതുകൊണ്ട് അതിന് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു മാറ്റർ വയ്ക്കുക. എന്നിട്ട് താങ്ക് യു ChatGPT അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വയ്ക്കാം. എന്നിട്ട് മാറ്റർ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയുടെ നെയിമും കൂടി വെച്ചിട്ട് സെൻഡ് ചെയ്യാം. താങ്ക് യു.